നല്ല കാര്യം. MP എന്ന നിലയ്ക്ക് എന്നെ വിളിച്ച് ഞാൻ പോകണ്ടേ? പോകുന്നു. പക്ഷെ എന്നെ നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നേ? ഒരു MP അല്ലേ, MP വിളിച്ച പോകാൻ പറഞ്ഞു. എന്താ സംശയിക്കും? ക്ഷണം കിട്ടിയാൽ ഞാൻ പോവും. ഞാൻ നോക്കിയിട്ടില്ല, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ. ഞാൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ കേട്ടാ. അല്ല, നമ്മൾ പലരുമായി സംസാരിച്ച വിഷയം ഞാനിവിടെ അത് കോവിഡ് കാലത്ത് ഇവരൊക്കെ ഞാൻ ഒരുമിച്ച് പിടിച്ചു. എന്നിട്ട് ഒരു സ്ഥലത്ത് ഷെൽട്ടർ ഉണ്ടാക്കി അവിടെ വെച്ചു. ആ ഷെൽട്ടർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു എന്നറിയും? കേൾക്കണോ? ഇവര് മതില് ചാടിപ്പോവുക. അവസാനം ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട് നിങ്ങളുടെ നാട് ഏതാ, അവിടെ ഞാൻ കൊണ്ടുവന്നാക്കി തരാം. കൊണ്ടുവന്നാക്കി 2-3 പേരെ. ഇവരാരും നമ്മളെ പറയുന്നത് പോലെ നിലനിൽക്കുന്ന എല്ലാ സ്വഭാവക്കാരും അതിനകത്തുണ്ടെന്ന് ചുരുക്കം. നമുക്ക് ഇത്രയേ ഉള്ളൂ, പട്ടിണി ഒന്നിച്ചാവണ്ട, പറഞ്ഞു നന്നാക്കാൻ നോക്കണ്ട, ഷെൽട്ടറിൽ വരാൻ തയ്യാറില്ല. എന്ത് ചെയ്യാൻ പറ്റും? കുറെ പേര് ഇങ്ങനെ ഞാൻ കണ്ടു. അവര് കാലത്ത് നിന്ന് പോരും, ഇവിടെ ഇരിക്കും, ഭക്ഷണം കഴിച്ച് വൈകുന്നേരം പോകുന്നവരുണ്ട് വീട്ടിലേക്ക്. ഇങ്ങനെയുണ്ട്. ഇവിടത്തെയോ? ഇവിടെ രാത്രി ഒരു 8 മണി വരെ ഉണ്ടാവും. 8 മണി. എവിടെ കൊണ്ടാണ് ദൂരം ചോദിക്കുക? ഞാൻ പറയാം. അപ്പൊ 2 കാര്യം ഞാൻ നമ്മളതിനോട് ചോദിക്കാൻ നിൽക്കുകയാണ്. ഞാനിപ്പോ ഇന്നലെ കൊളംബോയിൽ നിന്ന് പോയുള്ളൂ. ഞാൻ പോയത് എന്തിനാണെന്നറിയും? 1 രൂപ കോർപ്പറേഷന്റെ ചെലവില്ലാതെ എന്നെ ക്ഷണിക്കുമ്പോഴാണ് ഞാൻ പോകുന്നത്. കാരണം എന്താ? ലേണിംഗ് സിറ്റി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കൺസെപ്റ്റും ഒരു സംവിധാനം തൃശ്ശൂരിലെ ഏഷ്യയിൽ നമുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നെ മോഡറേറ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നതാണ്. ഞാൻ പോയത് സ്ട്രോങ് സിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഇന്നലെ പോയത്. സ്ട്രോങ് സിറ്റി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഒരു സ്ട്രോങ് സിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളത് എന്റെ മുമ്പുണ്ടായിരുന്ന രാജംപല്ലനാന്ന് പറഞ്ഞിട്ട് രാജംപല്ലൻ അങ്ങനെ അവസരം കിട്ടിയിട്ടില്ല, അവൻ പോകാറില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്ന ആളാണ്. ഞാൻ നേരെ പോയി. കാരണം വെറുതെ വിളിച്ചാലും നമുക്ക് പോകൂടെ. സാമ്പത്തിക ബാധ്യതയില്ലെങ്കിൽ ഞാൻ പോകും. ഒറ്റ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഞാൻ നിൽക്കില്ല. കാരണം എന്താ? സാമ്പത്തികം നിങ്ങൾ എടുത്താൽ ഞാൻ പോകും. എനിക്ക് അവിടെ ചെലവ് ഏകദേശം ഒരു കൊളംബോയിൽ സൗത്ത് ഏഷ്യൻ മീറ്റായി. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു സ്ട്രോങ് സിറ്റി എങ്ങനെയായിരിക്കണം. ഒന്ന്, സ്ട്രോങ് സിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഒന്ന് ക്ലീൻ സിറ്റി ആയിരിക്കണം, 2 ലേണിംഗ് സിറ്റി ആയിരിക്കണം, 3 ബ്യൂട്ടിഫുൾ സിറ്റി ആയിരിക്കണം, 4 ഡിജിറ്റൽ ലിറ്ററസി സിറ്റി ആയിരിക്കണം. അവിടെ വന്നവരൊക്കെ വന്നത് ബംഗ്ലാദേശിൽ നിന്നുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, അതുപോലെ മാലി ഉണ്ട്, കൊളംബോ ഉണ്ട്, ഡൽഹി ഉണ്ട്, ജമ്മു കാശ്മീർ ഉണ്ട്. ഇവിടെ വന്നവർക്ക് ആർക്കും ഇത് കേട്ടിട്ട് കേരളത്തെ കുറിച്ച് അവർ കേട്ടപ്പോൾ ഞെട്ടിയിട്ട് നിൽക്കുന്നത്. നമ്മൾ ഡിജിറ്റൽ ലിറ്ററസിയിൽ ഇപ്പൊ പൂർത്തീകരിച്ചു. അതിവിദൂരമല്ലാതെ ഒരു സ്റ്റേറ്റ് മൊത്തം ഡിജിറ്റൽ ലിറ്ററസി ആവാൻ പോവാ നമ്മള്. അവർ ഞെട്ടിയിട്ട് നിൽക്കുന്നത്. കാരണം അവർക്ക് അറിയില്ല